നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ മകം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ടസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു. നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ്. അത് മാത്രമല്ല, ഗുരുശുക്ര യോഗം ഉള്ളത് കാരണം കൊണ്ട് ദിവ്യതാരോ മഹാധനി, നല്ല ഭാര്യാഗുണം, നല്ല ധനാഭിവൃദ്ധി മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. നിപുണായോഗം ചെയ്തിട്ട് ആദിത്യനും ബുധനും 10ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം 15-ാം തീയതിക്ക് ശേഷം, മെയ് മാസം 15-ാം തീയതിക്ക് ശേഷം അനുകൂലമായിരിക്കുന്ന സമയമാണ്. നന്നായിട്ട് സംസാരിക്കാനും നല്ല രീതിയിൽ പ്രവർത്തിയെടുക്കാനും യോഗമുണ്ട്. കർമ്മസംബന്ധമായിട്ട് വളരെ നല്ല അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകാൻ യോഗമുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ചും ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭാഗ്യവർദ്ധനവിനുള്ള യോഗം കൂടിയുണ്ട്. അപ്പം ഭാഗ്യവർദ്ധനവ്, ദൈവാധീനം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉള്ളത് കാരണമുണ്ട് മകർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നല്ല സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. മാത്രമല്ല, 4ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനം നിൽക്കുമ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം പറയണം. പക്ഷേ ലഗ്നത്തിൽ ഘടകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ, അടിവയറ് പോലെയുള്ള പ്രശ്നങ്ങൾ, അടിവയറ് വേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. സർവാഭിഷ്ടസ്ഥാനത്താണ് ശുക്രൻ വ്യാഴവും നിൽക്കുന്നത്. അതൊരു പരിവർത്തന യോഗമാണ്. കർമാധിപതി ലാഭസ്ഥാനത്തും ലാഭാധിപതി കർമ്മസ്ഥാനത്തും നിൽക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും ആ പ്രവൃത്തിയിലേക്ക് നല്ല നേട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ചും ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടാൻ യോഗമുള്ള സമയമാണ്. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എല്ലാ രീതിയിലും വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിൽ പോലും അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. 7ാം ഭാവാധിപതിയാണ് ശനി, അഷ്ടമത്തിൽ പോയി നിൽക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും ചില്ലറ രോഗം, അല്ലെ ഭർത്താവിന് എന്തെങ്കിലും ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകുക. അതേപോലെ പരസ്പരം മാനസികമായിട്ട് അകൽച്ചയുള്ളവർ തമ്മിൽ അകൽച്ച വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. മാത്രമല്ല, അഷ്ടമത്തിൽ ആയുർകാരകനായിരിക്കുന്ന ശനി അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ദീർഘായുസിനെ കൊടുക്കുമെങ്കിലും രോഗങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, മാനസികമായിട്ട് എന്തെങ്കിലും ഒരു രോഗം വന്ന് അത് മാറുമ്പോൾ വേറൊരു രോഗം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അത് കാരണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. 7ാം ഭാവത്തിൽ രാഹുവാണ്, അത് കാരണം നാഗപൂജ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ആദ്യം ഒരു മുടക്കമാണ് വരിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.